സ്വർഗീയ സംഗീതമാ ഉള്ളിൽ നിറയുന്നു ദൈവസ്നേഹം. സ്വർഗീയ സംഗീതമാ ഉള്ളിൽ നിറയുന്നു ദൈവസ്നേഹം. അനുഭവിക്കാം, ഒന്നായി ചേർന്നു പാടാം. അനുഭവിക്കാം, ഒന്നായി ചേർന്നു പാടാം. സ്വർഗവാണി സ്വർഗവാണി. വേട്ടുവേ ടെലിവിഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സാർ എവിടുന്നാ വിളിക്കുന്നേ? പാടാം സാറേ. സാർ എവിടുന്നാ വിളിക്കുന്നേ? പേരൊന്ന് പറയാമോ? റപ്പായി. ഓക്കെ ഓക്കെ ഓക്കെ. തൃശ്ശൂരിൽ നിന്നല്ലേ? അങ്കിളെ, ഞങ്ങളുടെ സ്വർഗവാണി പ്രോഗ്രാം കാണാറുണ്ടോ? ഓക്കെ. സ്വർഗവാണി പ്രോഗ്രാം വിളിച്ചതിൽ, ആ പ്രോഗ്രാമിലേക്ക് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ സാറേ. അപ്പൊ ഞങ്ങള് സാറിന് ഏതെങ്കിലും ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടിയാ മതി അല്ലേ? തീർച്ചയായിട്ടും പഴയ ഒരു പാട്ട് ഞങ്ങൾ പാടിത്തരുന്നതായിരിക്കും. ഈ കാൽവറി ക്രൂസ് നോക്കിയത് എന്റെ ഓർമ്മയില് ഈ കൽതായ സുറിയാനിക്കാരിൽ സമാനമാണ് ഞാൻ. ആ സഭയില് ഒരു ബുക്കുണ്ട്, പാട്ട് 100 ബുക്ക് പാട്ടുണ്ട്. അതില് ഈ പാട്ടുണ്ട്, കാൽവറി ക്രൂസ് നോക്കി ഞാൻ ഒരു പാട്ടുണ്ടല്ലേ? ഓക്കെ എങ്കിലേ, അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ഞങ്ങൾ അത് തീർച്ചയായിട്ടും പാടിത്തരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾ ഈ എപ്പിസോഡിലൂടെ ഏതെങ്കിലും നല്ലൊരു ക്രിസ്ത്യൻ പഴയ ഒരു പാട്ട് പാടാം. ഓക്കെ സാറേ, വിളിച്ചത് സന്തോഷം കേട്ടോ. ഓക്കെ അങ്കിളെ, ദൈവം അനുഗ്രഹിക്കട്ടെ ധാരാളമായി. ഓക്കെ. ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നെ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ. വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ. രക്ഷകനെൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ വാനിലെ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ. മാനസത്തിലാതി പൂണ്ടു സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ.
സാധു കൊച്ചുഞ്ഞോപദേശിയുടെ ഒരു മനോഹരമായ ഒരു ഗാനമാണ്. മനോഹരമെന്നൊന്നും പറഞ്ഞാൽ അത് തീരത്തില്ല, അത്രയേറെ ഭക്തിസാന്ദ്രമാണല്ലേ ഗാനം. ഒരാളുടെ യാചന മുഴുവൻ ആ സംഗീതത്തിലും ആ വരികളിലും എല്ലാം ഉണ്ട്. ഞാൻ ഒരിക്കലും വൈഷമ്യമുള്ള ഏത് കുന്നും രക്ഷകൻ എൻ്റെ കാലുകൾക്ക് ശക്തി പകരുന്നു. രക്ഷകന്റെ കാലുകൾക്ക് പറയുന്നുണ്ട്, എൻ്റെ കാലിനെ മാൻപേടയുടെ കാല് പോലെ ഓടുമാറാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വചനത്തിൽ അടിസ്ഥാനമിട്ട് എഴുതിയിരിക്കുന്ന പോലെ ഒരു പാട്ടാണ്. ഏത് വൈഷമ്യമുള്ള കുന്നുകളിലും കരകയറി നടക്കുവാൻ രക്ഷകൻ എൻ്റെ കാലുകൾക്ക് വേഗമായി. എൻ്റെ രക്ഷകൻ എൻ്റെ വേഗത്തിൽ എൻ്റെ കാലുകൾക്ക് രക്ഷകൻ ശക്തി പകരും എന്നാണ് പറയുന്നത് അല്ലേ. അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമാണിത്. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കോളുകൾ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഓക്കെ. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ വയനാട്ടിൽ നിന്ന് വിളിക്കുന്നത് നിമിഷ. നിമിഷ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഡിഗ്രി പഠിക്കുന്നു. എന്തോ ക്ലിയർ ആയില്ല. ഞാനൊരു ടീച്ചിങ്ങിന്റെ കോഴ്സ് പഠിക്കുക. നിമിഷ നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ടല്ലോ അല്ലേ? ആ കാണുന്നുണ്ട്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം കേട്ടോ. അപ്പൊ നിമിഷ ഇപ്പം അവധിയാണോ? ഇന്ന് ഞാൻ പോയിട്ടില്ല. ക്ലാസ് അല്ലല്ലേ? ഇപ്പൊ കോവിഡിന്റെ ഇതെല്ലാം കഴിഞ്ഞ് കോളേജ് തുറന്നില്ലേ? കോളേജൊക്കെ തുറന്നു. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് നിമിഷ? വീട്ടിലെ പപ്പ, അമ്മ, ചേച്ചി. ഓക്കെ നിമിഷ, വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നിമിഷ പാട്ട് പാടുവോ? നിമിഷ പാട്ട് പാടുവോ? പള്ളിയിൽ കൊയറിലൊക്കെ ഉണ്ട്. ഓ, എന്നാ നല്ല പാട്ടായിരിക്കുമല്ലോ. എന്നാ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി 4 വരി പാട്ട് പാടി തരണേ. കേട്ടോ, ഈ പ്രോഗ്രാമില് നമ്മള് പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന പാട്ട് പാടുകയും അതുപോലെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പാട്ടുകൾ പാടണമെന്നുണ്ടെങ്കിൽ പാടാനും കൂടിയുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാ ഒന്ന് പാടിക്കും. ജീവന്റെ അസ്തമായി വന്നു എന്റെ ൂവിന്റെ വാതിൽ തുറന്നു എന്റെ ദാനങ്ങളിൽ തുരിഞ്ഞു. നിമിഷ നല്ലതായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഇനിയും അനേക സ്ഥലങ്ങളിൽ പാടാൻ ദൈവം നിമിഷ ഒരുക്കട്ടെ. താങ്ക് യു. ഞങ്ങൾ ഇത് പാടാ നിമിഷ പാടേണ്ടത്. ഈ നിമിഷയ്ക്ക് വേണ്ടിട്ട് എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ ചുമക്കുന്നവൻ അല്ലേ? തീർച്ചയായിട്ടും നിമിഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ പാട്ട് പാടും കേട്ടോ. വയനാട്ടിൽ ഉള്ള നിമിഷയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി സമയം കിട്ടുമ്പോ ഞങ്ങളെ വിളിക്കുക. പ്രോഗ്രാം കാണണം കേട്ടോ. ദൈവം ഒരുപാട് സമൃദ്ധമായി നിമിഷ അനുഗ്രഹിക്കട്ടെ. പഠനത്തിന്റെ മേഖലയിലും മുന്നോട്ടുള്ള ജീവിതത്തിലും ഒക്കെ നിമിഷയെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ നിമിഷ. ഓക്കെ.
ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്ത് പാടുന്ന ഒരു പാട്ടാണിത്. അതെ അതെ, ഒരുപാട് നല്ല പാട്ടുകളും നമുക്കായി നൽകിയ ഒരു ഒത്തിരി അർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ടാണ്. സംഗീതജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വരികളും പാട്ടുകളും എല്ലാം നല്ല മനോഹരമാണ്. നിമിഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാട്ട് പാടിയത്. നിമിഷനെ ജീവിതത്തിൽ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. നിമിഷ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠനത്തിലും ജീവിതത്തിലും എല്ലാം ദൈവത്തിന്റെ കരുതൽ നിമിഷയ്ക്ക് കൂടുതലായിട്ട് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വരിയുണ്ട്, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. നമുക്ക് എന്ത് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അതൊരു പരിഹാരം ദൈവം കണ്ടെത്തിയിട്ടുണ്ട്. വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അവൻ മുറിവ് ഏൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ നമ്മുടെ കർത്താവ് പരീക്ഷ, ഏത് പരീക്ഷയാണേലും അതിൽ മറികടക്കാനായിട്ടുള്ള ഒരു ദൈവകൃപ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഓക്കെ. ഹലോ ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? അരുണെന്നാണ്. അരുൺ. അരുൺ എവിടുന്നാ വിളിക്കുന്നത്? അരുണേ, ഞാൻ കോട്ടയത്തുനിന്ന് വിളിക്കുന്നത്. കോട്ടയം. കോട്ടയം കോട്ടയം. ഓക്കെ അരുൺ, ഞങ്ങളുടെ സ്വർഗവാണി പ്രോഗ്രാം കാണാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും സ്ഥിരം ഞാനൊരു പ്രേക്ഷകനാണ് നിങ്ങളുടെ പ്രോഗ്രാമിൽ. അരുൺ എന്ത് ചെയ്യുന്നു? ഞാൻ ആക്ച്വലി ഒരു മ്യൂസീഷ്യനാണ്. അതുകൊണ്ട് പ്രത്യേകം നിങ്ങളുടെ പാട്ടുകളൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പ്രോഗ്രാം ഒക്കെ നന്നായി വരുന്നു, നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. അപ്പൊ അരുൺ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഒരു പാട്ട് പാടിത്തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മ്യൂസിക് ഫീൽഡിലുള്ള ആളല്ലേ? തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെ അത്ര വലിയ പാട്ടുകാരനൊന്നുമല്ല, എങ്കിലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ലൈൻ എനിക്ക് അത്ര ഓർമ്മയില്ലെങ്കിലും ഞാൻ ഇടയ്ക്കത്തെ ഒരു സ്റ്റാൻസ് പാടും. ബലഹീനനെന്നു ഞാൻ കരുതിയ അന്നാളിനോടു ചൊല്ലി ബലം പകരുന്നവൻ ശക്തനാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. ബലം പകരുന്നവൻ ശക്തനാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. എനിക്ക് നമുക്ക് കർത്താവിന് സന്തോഷം അവനുണ്ട്. ആ പാട്ടാ. ഞങ്ങൾ ആ പാട്ട് തന്നെ പാടിയാ മതിയോ? മതി മതി, എനിക്ക് വേണ്ടിട്ട് ഈ പാട്ടൊന്ന് പാടിയിരുന്നെങ്കിൽ വളരെ. നല്ലൊരു വോയിസ് ഉണ്ട് കേട്ടോ, നല്ല ഹസ്കി ആയിട്ടുള്ള ഒരു വോയിസ് ഉണ്ട്. അത് ചില സ്ഥലങ്ങളിൽ നല്ല പാട്ട് പാടുമ്പോൾ നല്ലതായിരിക്കും. അരുൺ കൂടുതലും സംഗീത മേഖലയിൽ ഇനി കൂടുതൽ മുന്നോട്ട് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഗ്രാം ഒക്കെ നന്നാകട്ടെ. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഒരു ഹായ് പറഞ്ഞേരെ. തീർച്ചയായിട്ടും. ഓക്കെ അരുൺ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ. സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്നാളവനൻ ബലം, അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെന്റെ സർവവുമേ, അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെന്റെ സർവവുമേ. അന്നാളിലവനെന്നോടു ചൊല്ലി, പല നാൾ കരുതി ഞാനേകനെന്ന്. അന്നാളിലവനെന്നോടു ചൊല്ലി, ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്.
സന്തോഷം അവനൻ ബലം പാരിതിൽ പാർക്കുന്നാൾ അവനൻ ബലം അവനെന്റെ സന്തോഷം വിശ്രമനാൾ തോറും അവനെന്റെ സർവവുമേ അവനെന്റെ സംഗീതം വിശ്രമനാൾ തോറും അവനെന്റെ സർവവുമേ. അരുൺ ഒരു മ്യൂസീഷ്യനാണ്. അതെ. അരുൺ ഈ പാട്ട് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പാട്ട് പാടിയത്. കർത്താവ് എൻ്റെ സങ്കേതവും എൻ്റെ അഭയവുമാണെന്നല്ലേ നമ്മൾ പറയുന്നത്. എൻ്റെ അഭയവും എനിക്ക് ഏത് നിമിഷവും ചെന്ന് ആശ്രയിക്കാവുന്ന, എനിക്ക് ഏത് നിമിഷവും ചെന്ന് എൻ്റെ ദുഃഖങ്ങളും വേദനകളും വിഷമങ്ങളും എല്ലാം പറയാൻ പറ്റുന്ന ഒരു സങ്കേതം, എനിക്ക് കൂടി കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സങ്കേതമാണ് എൻ്റെ കർത്താവ് എന്നാണ് ഈ പാട്ടിൽ പറഞ്ഞു വെക്കുന്നത്. എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഈ കർത്താവിൽ സന്തോഷം. കാരണം കർത്താവ് നിന്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഒരു ഗാനമാണ് കർത്താവിൽ സന്തോഷം അവനൻ ബലം എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ അരുൺ വിളിച്ചത് ചോദിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അടുത്ത കോളിലേക്ക് പോകാം. ഹലോ 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 സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഓക്കെ ഓക്കെ. ഇതാരാ സംസാരിക്കുന്നത്? എന്റെ പേര് ബ്ലസ്സിതാണ്. ബ്ലസ്സി എവിടുന്നാ വിളിക്കുന്നത്? ഞാനിവിടെ ട്രിവാൻഡ്രം ആര്യനാടിലാണ്. ഓക്കെ ബ്ലസ്സി, നമ്മുടെ അടുത്ത സ്ഥലമല്ലേ? അതെ അതെ അതെ. കുറെ നാളുകൊണ്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടിയില്ല. ബ്ലസ്സി ഇവിടെ വന്നിട്ടുണ്ടോ? നമ്മളുടെ ബൈബിൾ ടവറിലും ഒക്കെ വന്നിട്ടുണ്ടോ വെമ്പായത്ത്? ഇല്ല. ഇവിടെ ഇടയ്ക്ക് ഒന്ന് വരണം കേട്ടോ. എല്ലാവരും ഫാമിലി ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പല രാജ്യങ്ങളിലെ ബൈബിളുകളും അങ്ങനെയുള്ള ഒരുപാട് പുരാതനമായ കാര്യങ്ങളൊക്കെ ഇവിടെ മ്യൂസിയത്തിലുണ്ട്. അതെല്ലാം കാണാനും സന്ദർശിക്കാനും അവസരങ്ങളുണ്ട് കേട്ടോ. ഇവിടെ അടുത്തല്ലേ? അതെ അതെ, ഇനി ഒരു ദിവസം വരാം. ഓക്കെ, തീർച്ചയായിട്ടും. ഞങ്ങളുടെ സ്വർഗവാണി പ്രോഗ്രാം കാണാറുണ്ടോ? ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. ഒത്തിരി സന്തോഷം കേട്ടതില്. ബ്ലസ്സി, ഞങ്ങൾ ഏത് പാട്ടാ പാടണ്ടേ ബ്ലസ്സിക്ക് വേണ്ടിട്ട്? എനിക്ക് മൽപ്രിയനെ ആ പാട്ടില്ലേ, അത് ആ പാടണോ? അതിനു മുമ്പായിട്ട് ബ്ലസ്സി പാട്ടൊക്കെ പാടും, ഒരു 4 വരി ഞങ്ങൾക്ക് വേണ്ടിട്ട്. ഏത്? ഈ പാട്ടിന്റെ പാടിയാൽ മതിയല്ലോ. ഏതെങ്കിലും പാട്ട്, ബ്ലസ്സിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു പാട്ട് പാടിക്കോ. ഓക്കെ. കാൽവറി മാമലാമുകളിൽ കാൺമതെന്തഹോ ദേവകുമാരനിന്റെ പേർക്കായി തൂങ്ങിടുന്നയ്യോ ദേവകുമാരനിന്റെ പേർക്കായി തൂങ്ങിടുന്നയ്യോ. ഹലോ. ഓക്കെ ബ്ലസ്സി, നല്ല മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടോ. ബ്ലസ്സി പാടുന്ന പ്രോഗ്രാമിനൊക്കെ പാടുന്നതാണോ തോന്നുന്നല്ലോ, പാട്ട് കേട്ടിട്ട് പ്രോഗ്രാമിനൊക്കെ പാടുന്നതാണോ? അതെ 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 അതെ, പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ട്. ഓക്കെ ബ്ലസ്സി, നല്ലൊരു ക്ലാസിക്കൽ ടച്ച് ഒക്കെ വരുന്നുണ്ട്. നല്ല പാട്ടാ, നല്ല പാട്ടാ. ബ്ലസ്സിന് കൂടുതലായിട്ട് മ്യൂസിക്കിൽ ഒരു ശുശ്രൂഷകളിലൊക്കെ ദൈവം കൂടുതലായിട്ട് സമ്പന്നമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇനിയും വിളിക്കുക. തീർച്ചയായിട്ടും. ഓക്കെ, സന്തോഷം. ഓക്കെ ബ്ലസ്സി, ഓക്കെ ബൈ. ശരി, ഓക്കെ, ബൈ ബൈ. പ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും? മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും? എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ വന്നീശുവേ വാനമേഘേ വേഗം
വന്നിടണേ എൻ പ്രിയനേ എൻ യേശുനായകനേ എപ്പോൾ വരും മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോൾ മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോൾ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാ വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ വൽപ്രിയനേ എൻ യേശുനായകനേ എപ്പോൾ വരും? ബ്രദർ തോമസ് മാത്യു കരുനാഗപ്പള്ളി എഴുതിയ പാട്ടാണിത്. മൽപ്രിയനെ എൻ യേശുനായകനെ എപ്പോൾ വരും. അദ്ദേഹത്തിന് ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ആപത്ത് വേളകളിൽ, ആകുല വേളകളിൽ, കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഗാനമാണ്. അതെ 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 പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു ആത്മീയ കാഴ്ചപ്പാടാണല്ലേ. എന്ന് വരും എനിക്കായി മുറിവേറ്റതാം ആ പൊന്മുഖം മുത്തുവാൻ എന്നൊക്കെ പറഞ്ഞുള്ള. അതെ 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 നല്ല മനോഹരമായ ഒരു പാട്ടാണ്. അത് ബ്ലസ്സി നന്നായിട്ട് പാടുകയും ചെയ്യും അല്ലേ. നല്ല ഗായികയാണ് ബ്ലസ്സി. ബ്ലസ്സിയുടെ ജീവിതത്തിൽ കൂടുതൽ സംഗീതാത്മകമാകട്ടെ ജീവിതം ഇനി എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ പാട്ടുകൾ പാടുവാനും കൂടുതൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള അവസരം ദൈവം ഇനി നൽകട്ടെ എന്ന്. അതുപോലെ തന്നെ ഈ നാളുകളൊക്കെ വളരെ ദുർഘടം നിറഞ്ഞതാണ്. അപ്പോൾ കർത്താവിന്റെ വരവിൽ നമുക്കും ഒരുമിച്ച് പോകാനായിട്ടുള്ള പ്രത്യാശ ഇപ്പോൾ ഈ വിളിച്ചവർക്ക് എല്ലാവരോടും പറയുകയാണ്. ആ പ്രത്യാശയോടെ ജീവിക്കണം. കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്നതൊക്കെ പാഴായി പോകും. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തിൽ ഇത്രയും കഷ്ടപ്പെടുന്നത്, ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഇന്ന് വിളിച്ച എല്ലാവരെയും ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. പാട്ടുകൾ ഞങ്ങൾ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പാടി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും വീണ്ടും കാണുന്നത് വരെ സ്വർഗവാണിയുടെ എല്ലാ പ്രേക്ഷകർക്കും അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടുന്നത് വരെ നന്ദി. കർത്താവിൽ സന്തോഷം അവനെൻ ബലം പാരിതിൽ പാർക്കുന്നാൾ അവനെൻ ബലം അവനെന്റെ സങ്കേ